ചക്കര പറ, എന്റെ മടവണക്കുട്ടിക്ക് വേണ്ടി ഈ മനോഹരൻ ചേട്ടൻ എന്താ ചെയ്യണ്ടേ? മനോഹരേട്ടാ, ഓ ഇവിടെ ഞാനാണ്. ആ നീയാണ്. 2.5 ഓയിലെടുത്തേ. ബോലറാം, एक बोतल ऑयल दे दो। कितना मनोहर चटा? 2.5. 2.5 बोतल दे दो। दूंगा ना, क्यों गुस्सा करते? ഈ മനോഹരം വിചാരിച്ചു നന്നാക്കാൻ കൃഷ്ണ പറ്റുന്ന ഭായ്, സാധനം ലേലോ. ഉണ്ടോ? അയ്യോ ആണോ? ഇന്നോ? അത് വാഷിംഗ് മെഷീന്റെ ബെൽറ്റ് പോയതായിരിക്കും. ആയിരിക്കും. അതെ, നല്ല റിപ്പയർ ചെയ്യുന്ന ഏതെങ്കിലും ഒരുത്തനെ വിട്ട് ഒന്ന് ശരിയാക്കി തരാൻ പറയോ? ശോ, അങ്ങനെ ഏതെങ്കിലും ഒരുത്തിനെ വിട്ട് നന്നാക്കിക്കാനുള്ളതാണോ എന്റെ മേടവണക്കുട്ടിയുടെ സാധനങ്ങള്? ചേട്ടാ, ബൈക്കിന്റെ മിറർ ഉണ്ടോ? ഇല്ല. ഈ സമയത്ത് മിറർ. പിന്നെ വേറെ എന്തെങ്കിലും സാധനങ്ങൾ നന്നാക്കാനുണ്ടോ മേടവണക്കുട്ടിയുടെ വീട്ടില്? ഇപ്പൊ ഇല്ല, ഉണ്ടാകുമ്പോ ഞാൻ പറയാം. പറയണം. ഒരു മിനിറ്റ്. ഇവളാണോ? എന്നാ ശരി മനോഹരേട്ടാ. വെക്കുകയാണോ? വെക്കല്ലേ. ഒരു വെച്ചോ. പിന്നെ എന്താണ് ഈ കമ്പനിക്ക് സ്പെയർ പാർട്സിന് ഓർഡർ കൊടുത്തോണ്ടിരിക്കുവാണോ നിന്റെ ഒരു വിളി? ഏട്ടാ, ഇവിടുത്തെ സാധനങ്ങളൊക്കെ തീർന്നായിരുന്നു. സാമാനം തീർന്നിക്കാൻ കുഞ്ഞാലിക്കട കടയിൽ പോയി മേടിക്കണേ, മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. അവിടെ സാമാനങ്ങൾ തീർന്നു. ബോലറാം, एक नींबू पानी लेके आओ. हाँ ठीक है. जल्दी. ഈ കാണുന്ന മൊത്തം ഇവരുടെ സ്ഥല ആയിരിക്കും. ഇങ്ങോട്ട് നോക്ക്. മാതപ്പോ വന്നാട്ടെ. പിന്നെ സുഖം. ഇത് രാജു. എവിടെയാ വീട്? കാപ്പിമലയില്. അവിടെ നമ്മുടെ വെള്ളരിങ്ങോട്ടെ സേവിയറിന്റെ പെങ്ങളുടെ മകന. പറഞ്ഞില്ലായിരുന്നു? ഓ ഓ ഓ മോളെ. ഇങ്ങോട്ട് വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മച്ചിയും വല്യമ്മച്ചിയും. അപ്പച്ചൻ നേരത്തെ മരിച്ചു. ഓ ഇനിയിപ്പോ ഇവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ബേബി എന്നല്ലേ പേര്? അതെ. ചേട്ടന്റെയോ? രാജു. രാജു ജോസഫ്. എന്ത് ചെയ്യുന്നു? ഞാൻ മെക്കാനിക്കാ. ഇവിടെ കാപ്പിമല സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. മെക്കാനിക്കാണോ? അതെ ചേട്ടാ, ഞാൻ BEdന് പഠിക്കുക. എനിക്ക് ഈ മെക്കാനിക്കിനൊന്നും താല്പര്യമില്ല. അല്ല, അത് പറ്റി. ഈ ഓയിലൊക്കെ പരണ്ട് ഒരുമാതിരി വൃത്തികെട്ട ഡ്രസ്സും പിന്നെ ഈ ഡീസലിന്റെയും പെട്രോളിന്റെയും നാറ്റം അടിക്കുമ്പോ തന്നെ ഛർദ്ദിക്കാൻ വരും. അതുകൊണ്ടാ, ചേട്ടനൊന്നും വിചാരിക്കരുത്. താനിങ്ങോട്ട് വാ. രാജു, ഞാൻ വിളിക്കാവേ. ഒന്ന് കേറടോ. മനോരേട്ടാ, മോളുടെ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാ. നാളെ അടച്ചില്ല തന്നെ അവന്മാർ തൂക്കിയല്ലോ. ഉണ്ടാമൗണ്ട് അടയ്ക്കും. മനുഷ്യരുടെ കാശില്ലാതെ നട്ടം തിരിക എന്നപ്പോഴാ. അതെങ്ങനാ? ഇവന്റെ കൈ ഒടിഞ്ഞിട്ട് 2 ആഴ്ചയല്ലോ ഈ സ്കൂളിൽ പോയിട്ട്. പിന്നെ എന്ത് പഠിപ്പിച്ചിട്ടാ ഇവന്മാർക്ക് ഫീസ് കൊടുക്കണ്ടേ? എന്ന് വെച്ചാ എങ്ങനെയാ? പിന്നെ ഞാൻ എന്നാ പറഞ്ഞു? എന്തോ നീ പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. ചൂടുവെള്ളം. അതെ, നന്നായിട്ട് തിളപ്പിച്ചോ. നല്ല ചൂട് വേണം. മക്കള് കഴിച്ചോ. ഹലോ, എന്താ കേക്കറേ? എനിക്കൊരു 10,000 രൂപ തരുമോ? തരാലോ. ഒരു കല്യാണം ഉണ്ടായിരുന്നു. പോകുമ്പോ എങ്ങനെയാ വെറും കൈയോടുകൂടി പോകുന്നേ? പാടില്ല. വെറും കൈയോടെ പോകാനേ പാടില്ല. കല്യാണത്തിന് പോകുന്നതല്ലേ, അതുകൊണ്ടൊന്ന് ബ്യൂട്ടി പാർലറിലും കയറണം. അതെന്തായാലും കയറണം. സുന്ദരി കുട്ടിയായിട്ട് മടോണ പോകാവൂ. പൈസ ഞാൻ ഇപ്പൊ തന്നെ ഗൂഗിൾ പേ ചെയ്യാം. ശരി മനോഹരേട്ടാ. ഓ ആയിക്കോട്ടെ. ഓ വെച്ചോ. എടി വെള്ളം ചൂടാക്കിയോ? എന്തായത്? ഈ CD-യുടെ പിക്കപ്പ് കോയിൽ ഇതിനകത്തോണ്ട് കുത്തുന്നേ? അല്ല, ഞാൻ ഈ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഇത് അഴിച്ചത്. എന്നിട്ട്? അല്ല, അപ്പോഴേക്കും നെറ്റ് തീർന്നുപോയി. അപ്പൊ വീഡിയോ സ്റ്റക്കായി. അപ്പൊ ഞാനും സ്റ്റക്കാവൂല്ലോ സ്വാഭാവികമായിട്ട്.
എടാ 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 എന്തിനാടാ എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്? 100 തവണ ഞാൻ പറഞ്ഞതല്ലേ അറിയാത്ത പണി ചെയ്യരുതെന്ന്. ഇങ്ങനെയാണ് ഞാൻ വേറെ പുറത്തുനിന്ന് ആൾക്കാരെ പണിക്ക് വെക്കൂട്ടോ. അങ്ങനെയാണ് എനിക്ക് പറയാനുണ്ട്. എന്ത് പറയാൻ? അത് പറടാ. എന്താ ഈ വഴിക്ക്? ഇവിടെയാണല്ലേ? ആ വെറുതെ ഈ വഴി വന്നപ്പോ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. ഇതാ ഇവിടെ എത്തിയപ്പെടാ ബ്രേക്ക് ലേശം ആണോ? പ്രശ്നമുള്ള ഇറങ്ങിക്ക്. പോലെ. പുതിയ വണ്ടിയല്ലേ? അതെ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങോട്ട് മാറിക്ക്. നോക്കട്ടെ. അല്ല എങ്ങനെയുണ്ട് പയ്യൻ? സുന്ദരന്. ആഹാ, കാനഡക്കാരൻ. ആ നേഴ്സാ. ആണാ? കാനഡ എന്നൊക്കെ പറയുമ്പോ ലൈഫ് സേഫാ. ഒന്നും നോക്കണ്ട. എനിക്ക് ഈ നാട് തന്നെയാ ഇഷ്ടം. വെറുതെ അവിടെ പോയി -डिग्री തണുത്ത് വരയ്ക്കേണ്ട കാര്യമുണ്ടോ? മണ്ടത്തരം പറയല്ലേ. അവർക്ക് പ്രത്യേകിച്ച് ഡിമാൻഡ്സ് ഒന്നുമില്ലല്ലോ. അമ്മച്ചിയെ തനിച്ചാക്കി ഞാനങ്ങ് പോകത്തില്ല. ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളൊന്നുമല്ല ഞാൻ. ജീവിച്ചു പോകാനൊക്കെ ഒരു ജോലിയുണ്ട്. ഈ നാട്ടിൽ തന്നെ അധ്വാനിച്ച് കുടുംബം നോക്കുന്ന ഒരാളോടൊപ്പം ജീവിക്കാനാണ് എനിക്കിഷ്ടം. ബ്രേക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ദേ ഇല്ല. ഇല്ല. അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കും. കേറിക്കോ. കല്യാണക്കാരി ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ആലോചിക്കാം. ഹോസ്പിറ്റലിലേക്കാ? ശരിയെന്നാ. ശരി. ബോസ്, പാരമ്പര്യമായിട്ട് ബുള്ളറ്റ് മാത്രം നോക്കുന്ന ഒരു ബാച്ചിലർ ഫാമിലി ആണല്ലോ നമ്മുടെ. ബോസിന് താല്പര്യം ഉണ്ടെങ്കിൽ ഈ സ്കൂട്ടി ആജീവനാന്തം നോക്കിക്കോട്ടെ. പോയി ചായ വാങ്ങിച്ചിട്ടോടാ. വെറുതെ അല്ലേ ഇയാൾക്ക് പെണ്ണ് കിട്ടാത്ത. എന്താടാ? നേരെ ഈ മാസത്തെ ടൂറ് നാളെ തന്നെ പോണമെന്നാ രാജു പറയുന്നത്. അതും പാലക്കയം തട്ട്. എടാ, ഇതിനൊക്കെ കുറച്ചെങ്കിലും പൈസ കൈ കാണണ്ടേടാ. ഓ, എന്തിന്? എല്ലാ പ്രാവശ്യത്തെയും പോലെ ഹോസ് ചെലവ് മുഴുവൻ ആവാൻ വഹിച്ചോളും. പിന്നെ വണ്ടിക്കും നമുക്ക് ഇന്ധനം അടിക്കാൻ എന്തെങ്കിലും കരുതണം. അത് ഞാൻ നോക്കിക്കോളാം. താൻ വന്നാൽ മതി. എന്നാലേ ഞാൻ ഭാര്യയോടൊന്ന് ചോദിക്കട്ടെ. പാതിരാത്രി പാലക്കയം തട്ട് എന്താടാ പരിപാടി? വെള്ളടിക്കാൻ പോയതാകും സാറേ. അതെങ്ങനെ മനസ്സിലായി? നിന്നെയൊക്കെ കണ്ടാലറിയാലോ. വണ്ടി ഇപ്പൊ മംഗലാറ്റെത്തി കാണും. സാറേ, ഒരാൾ എടുത്തുകൊണ്ട് പോകുന്നത് ഞങ്ങൾ കണ്ടതാ. എന്നിട്ടെന്താ പിടിക്കാതിരുന്നത്? അതല്ല സാർ, ദൂരത്തെത്തിയപ്പോഴാണ് കണ്ടത്. ആളെ കണ്ടാ തിരിച്ചറിയോ? ഇല്ല സാർ. ബുക്കും പേപ്പറും ഒക്കെ ഒറിജിനൽ വീട്ടിലുണ്ട്. നമ്പറും ഡീറ്റെയിൽസും വെച്ച് ഒരു പരാതി എഴുതിക്കൊടു. ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. സാർ, വണ്ടി ഇന്ന് തന്നെ കിട്ടിയിരിക്കുമല്ലേ? കള്ളം കൊണ്ടുവന്നു വന്നാൽ ഇന്ന് തന്നെ കിട്ടും. വിളിച്ചോണ്ട് പോടോ. വന്നേ. എത്ര കാലമായി സാർ ഇങ്ങനെ നടക്കുന്നത്? ശരിയാക്കാടോ, കിട്ടുമ്പോൾ വിളിക്കും. അവരെയും വണ്ടി പോയതാ. ഹലോ, ബായ്. നിങ്ങളെ വണ്ടി പോയി അല്ലേ? ആ. എൻ്റെ വണ്ടി പോയിട്ട് 8 മാസമായി. ഏതാ വണ്ടി? സ്പ്ലെൻഡർ. എൻ്റെ ബുള്ളറ്റാ. SI അന്വേഷിക്കാന്ന് പറയുന്നുണ്ട്. എന്ത് അന്വേഷണം? ഒരു കാര്യമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ നമ്പർ ഇതാ. എന്തെങ്കിലും വിവരം കിട്ടുമെന്നൊക്കെ ഞാൻ വിളിക്കാം. കള്ളന്മാർ വണ്ടികൾ മോഷ്ടിച്ച് മംഗലാപുരത്തുള്ള ഗുജറി ബസാർ കൊണ്ടുപോയി വിൽക്കും. മംഗലാപുരത്തോ? ആ, അവിടുന്ന് അവർ സെക്കൻഡ് വെച്ച് പൊളിച്ച് പീസാക്കും. പൊളിക്കാനോ? പിന്നല്ല, അതിന് മാത്രമായിട്ട് അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. പോലീസുകാർ പറഞ്ഞതാ. ഈ പോലീസുകാർക്ക് കഴിച്ചാലാവാൻ വേണ്ടി ഓരോന്ന് പറയും. അത് കേട്ടപ്പാട് ഇങ്ങോട്ട് വരുത്താ. നീ നാട്ടിൽ തപ്പീനാ? ഇല്ല. നാട്ടിലെന്ത് കള്ളമാറില്ല എനിറ്റാ. എടാ, നീ ആദ്യം ആടെ നോക്ക്. അതല്ല, മംഗലാപുരത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അത് യുജറിയിലെത്തും. അതുറപ്പാണ്. നീ ഒന്ന് സമാധാനപ്പെട്, നമുക്ക് നോക്കാം. ಚಂದ್ರು ಅದಲ್ಲ ಆಚೆ ಕಡೆ ಮಡಗು. ಸಾಯಂಕಾಲ ಗಾಡಿ ಬರುತ್ತೆ. ಬೆಲ್ಲ ಲೋಡ್ ಮಾಡಿ ಕಳಿಸಿದ್ರು. രാജു എവിടെ? മംഗലാപുരത്തേക്കാന്ന് പറഞ്ഞ് പോയതാണ്. എപ്പോ വരുമെന്ന് അറിയില്ല. മംഗലാപുരത്തേക്കോ? അപ്പൊ അതാണ് കന്നഡ പറയുന്നത്. ഹലോ അമ്മേ, ഞാൻ മംഗലാപുരത്താ. മംഗലാപുരത്തോ? ആ, വണ്ടി അന്വേഷിച്ച് വന്നതാ.
നാളെ വരാൻ പറ്റൂ. എങ്ങനെ കണ്ടുപിടിക്കാനാ മോനെ? നോക്കട്ടെ അമ്മേ, ഞാൻ എന്തായാലും അമ്മേനെ നാളെ വിളിക്കാം. അതൊന്നും പറ്റൂല. ഇവിടെ ഞങ്ങൾ ഒറ്റയ്ക്കല്ലേ, നീ വേഗം കയറി ഇങ്ങോട്ട് വരാൻ നോക്ക്. ഹലോ, അവൻ വച്ചു. അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, എൻ്റെ കുഞ്ഞിനൊരു വഴി കാണിച്ചു കൊടുക്കണേ. ഏത് കാലമാടനാണോ അത് കൊണ്ടുപോയത്? ನೀನೆಂತ ಲೆಕ್ಕ ಮಾಡ್ತಾ ಇರೋದು? ಬೇಗ ಕಾಸು ಕೊಡೋಣ, ಕಾಸರಗೋಡಿಂದ ಬಂದಿದ್ದೀನಿ, ಲೇಟ್ ಆಯ್ತು. ಎಂತ ಸಾವ. തെക്കന്മാരെ 10 ಉಂಟು. ಇದೆಲ್ಲ ಸಾಕಾಗಲ್ಲ. ಎಷ್ಟು ಚೆಕ್ ಪೋಸ್ಟ್ ದಾಟಿ ಬಂದಿದ್ದೀನಿ ಗೊತ್ತಾ? ಕಳ್ಳತನ ಮಾಡಿದ್ದು ಮಾರಬೇಕಾದ್ರೆ ಪೊಲೀಸಿಗೆ ಇಷ್ಟು ಕೊಡಬೇಕು ಗೊತ್ತಾ? ಅದೆಲ್ಲ ನಿಮ್ ರಿಸ್ಕು. ಇನ್ನು ನನ್ನ ಹತ್ರ 3 ಬುಲೆಟ್ ಇದೆ, ನಿಮಗಂತೂ ಕೊಡಲ್ಲ, ಬೇರೆ ಯಾರಿಗಾದ್ರೂ ಕೊಡ್ತೀನಿ ಅಷ್ಟೇ. ಸಾವು ನಿನ್ನ ತೆಗ. ಹೋಗು ಹೋಗು. ಅದು ಅಣ್ಣ ಅಣ್ಣ, ನೀ ಇವಾಗ ಬುಲೆಟ್ ಬಗ್ಗೆ ಹೇಳಿದ್ದಲ್ಲ, ಏನ್ ಬುಲೆಟು? ಯಾವ ಬುಲೆಟು? ಯಾರು ನೀನು? ಹೋಯ್ತಾ ಇರು. ಯಾವ ಇವೆಲ್ಲ സത്യം പറ, നീ ഈ വണ്ടി നാട്ടിൽ നിന്ന് കട്ടതല്ലേ? ಓಯ್ ಏನು ಹೇಳಿದ್ರೆ ಅರ್ಥ ಆಗಲ್ಲ, ಹೋಗ್ತಾ ಇರ್ಬೇಕಷ್ಟೇ. നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. ನನ್ನ ಮಗನೇ ಹೊಡೆದು ಸಾಯಿಸ್ಬಿಡ್ತೀನಿ. ಎಲ್ಲಿಗೆ ಬಂದು ಯಾರ ಅವರ ನಮ್ಮ ಊರ ಅವರು. ನೀನು ಹೋಗು ಹೋಗು. ನೀನು ಕೇರಳದಿಂದ ಬಂದು ಇಲ್ಲಿ ಆಟ ಆಡೋದಾ? ചോദിച്ചതിന് ഉത്തരം പറയണം. ബോസ് എപ്പോ വരുമെന്ന് എനിക്കറിയില്ല. വണ്ടി മിസ്സായതിനു ശേഷം ബോസ് ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞാൻ ഫോൺ വിളിച്ചിട്ട് കിട്ടണില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എടാ, എനിക്ക് ലഡാക്കിലേക്ക് ട്രിപ്പ് പോകേണ്ടതാ. വണ്ടി ശരിയാക്കാൻ തന്നിട്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കറങ്ങി നടക്കാം. എന്റെ വണ്ടി എപ്പോ ശരിയാക്കി കിട്ടും അത് പറ. ചേട്ടാ, ഞാൻ ഇത്ര നേരം പറയുന്നത് മനസ്സിലാവണല്ലേ? വണ്ടി വേണമെങ്കിൽ ഞാൻ മോഡിഫൈ ചെയ്ത് തരാം. ലഡാക്കിലോട്ടൊന്നും പോകാൻ പറ്റൂല. പിന്നെ മാക്സിമം തലശ്ശേരി. തലശ്ശേരിയാ? ബ്ലഡി ഫൂൾ. നീ ശരിയാക്കൊന്നും വേണ്ട. എടാ, രാജുവിന്റെ കഴിവ് അറിഞ്ഞിട്ടാ ടൗണിൽ നിന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ തന്നെ എന്റെ വണ്ടി മോഡിഫൈ ചെയ്യാൻ തന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരും. ഇങ്ങോട്ട് നോക്കണം. അപ്പോഴേക്ക് എന്റെ വണ്ടി ശരിയാക്കി തന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം ഇതായിരിക്കില്ല. നീ രാജുവോട് പറഞ്ഞേക്ക്. ആര് പറഞ്ഞെന്ന് പറയണം? ശശി, ലഡാക്ക് ശശി. അവന് പേര് ചോദിക്കാൻ കണ്ട സമയം. കൊള്ളാം, ആശ്വാസായി. പോയി സ്വന്നാലും നീ എടാ നെടുമ്പാശ്ശേരി, നിന്റെ ബോസിനെ കുറിച്ച് വല്ലവരുണ്ടോ? ബോസിനെ ഞാൻ വിളിച്ചിരുന്നു. ബോസാക്കിയ വിഷമത്തിലാണ്. എന്തൊക്കെയായിരുന്നു? അതോ ബൈക്കിലും തൊടാൻ സമ്മതിക്കായിരുന്നോ എല്ലാവരും കൊണ്ട്? ഇപ്പൊ എന്നിട്ട് എന്തായി? അല്ല, പോലീസ് എന്തായാലും കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പോലീസ് ഇപ്പൊ കണ്ടുപിടിക്കും. അതൊക്കെ ഒരു ഓളത്തിന് പറയുന്നല്ലേ. സുകുമാരക്കുറുപ്പിനെ കണ്ടുപിടിക്കുന്നില്ല, പിന്നെ ഓഞ്ഞ ബൈക്ക്. ചേട്ടൻ ഈ ബൈക്കിന്റെ മെക്കാനിക് പരിപാടിക്ക് അറിയാം. എനിക്കൊന്ന് നാട്ടിൽ പോകാൻ. എന്തിന്? ചെറിയൊരു കല്യാണാലോചന വന്നിട്ടുണ്ടായിരുന്നു. നിനക്കാ? നീ അതൊക്കെ താങ്ങോ? ചേട്ടാ, ഇതൊന്ന് ഉറപ്പിച്ചിട്ടാണ് എനിക്ക് എങ്ങനെയും ഒന്ന് ദുബായിൽ അളിയന്റെ വർക്ക്ഷോപ്പിൽ പണിക്ക് പോവാൻ. ഓ, അപ്പൊ നിനക്ക് നിന്റെ നാട്ടിൽ പോണേ ബോസ് തരണം. അതെ. ബോസ് തരണേ അവന്റെ ബൈക്ക് കിട്ടണം. അതെ. അതെന്തായാലും കിട്ടാൻ പോകുന്നില്ല. അല്ലെങ്കിൽ പിന്നെ നാട്ടിൽ പോണേ ഈ കട അടച്ചിടണം. അതെ. അല്ലെ ഈ വർക്ക്ഷോപ്പ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അതും അടയ്ക്കണം. അപ്പൊ നമുക്ക് രണ്ടും അങ്ങ് അടച്ചാലോ? അത് അടിപൊളിയാണ്. അങ്ങനെ ഇതും അതുപോലെ അടച്ചിട്ട് നീ അങ്ങനെ കെട്ടണ്ട കേട്ടോ. വാൽറ്റൂവിന്റെ അത്രയുള്ളൂ കെട്ടാൻ നടക്കുന്നു.